അവർ ചെയ്യുന്ന അവരുടെ ജോലിയെ ടീമിലുള്ള ആരും ഫോൺ എടുക്കുന്നില്ല, വിളിച്ചിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതാ ഉദ്യോഗസ്ഥൻ അവിടെ നിൽക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥൻ തന്നെ പറഞ്ഞത് അതാ. ഇതാണ് ആര്യ, ഇതിലിപ്പോൾ ഈ പറയുന്നത് നേരത്തെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഇതിൽ രഞ്ജിത് കുമാർ ഇതിൽ വ്യക്തമാക്കിയ ഒരു കാര്യം, ഒരു RRT അംഗത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. ജയസൂര്യ എന്ന RRT അംഗത്തിനാണ് ഇപ്പോൾ അതിൽ ഈ സംഘത്തിൽ നിന്നും ഒരാൾക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിലേക്ക് എത്തിക്കണം, വേണ്ട പ്രാഥമിക കാര്യങ്ങളെല്ലാം ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ദൂരെയായിട്ടാണോ അവരുള്ളത്, അതോ അടുത്താണോ? നമ്മൾ ഈ നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് ഒരു 400-500 മീറ്റർ ദൂരപരിധിയിലാണ് അത് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഇപ്പോൾ നിർവാഹമില്ല. കാരണം കടുവ ഈ ഭാഗത്തുണ്ട്, ഈ മേഖലയിലുണ്ട് എന്നുള്ളൊരു സൂചന നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് പോകാൻ ഒരു നിർവാഹമില്ലാത്ത നിലയിലാണുള്ളത്. കാരണം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷയോ വനംവകുപ്പിന്റെ ഒരു കാര്യവും ഇവിടെ ഇല്ല. ആകെയുള്ളത് ഈ പ്രദേശത്ത് കുറച്ചു ജനവാസ മേഖലയുമാണിത്. ഇവിടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ മാത്രമാണുള്ളത്. ആ ജനങ്ങളെല്ലാം ഈ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ തന്നെ വാതിലെല്ലാം അടച്ച് കുട്ടികളെയെല്ലാം അകത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതീവ ആ നിർദ്ദേശങ്ങൾ തന്നെ പാലിച്ചാണ് എല്ലാവരും നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു പരിഭ്രാന്തി ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ കുറച്ചാളുകൾ, ഈ നാട്ടുകാരായ ചില ആളുകളെല്ലാം ഇവിടെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അത് അപകടകരമാണ് എന്നതാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന ഒരു കാര്യവും. കാരണം കടുവയുടെ സാന്നിധ്യമുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അത് ഏത് മേഖലയിലാണ്, ഏത് ഭാഗത്താണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു RRT അംഗം, ജയസൂര്യ എന്ന് പറയുന്ന ഒരു RRT അംഗത്തിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. ആ പരിക്ക് അത്ര ഗൗരവമുള്ളതാണോ, നിസാരമായതാണോ, സാരമായതാണോ എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. ഏതായാലും അദ്ദേഹത്തിനടുത്തേക്ക് ജയസൂര്യ എന്ന ആളെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വനം വകുപ്പിന്റെ സംഘം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രാഥമിക പരിരക്ഷ നൽകുക എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം പിന്നീടാണ് ഈ ആക്രമിച്ചതിന്റെ പാടുകൾ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം, അതായത് കൂടെ ആരെങ്കിലും ആ സമയത്ത് ഉണ്ടായിരുന്നോ, ഇദ്ദേഹം ഒറ്റ തിരിഞ്ഞായിരുന്നോ നടന്നിരുന്നത് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. അതെല്ലാം പരിശോധിച്ചാൽ മാത്രമേ ആനയാണോ കടുവയാണോ ഈ ആക്രമിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇപ്പോൾ ആ രീതിയിലുള്ള പരിശോധനകളും അദ്ദേഹത്തെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യവും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആര്യ, ശരി, ഇംതിയാസ് കരീമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ ആശങ്കപ്പെടുത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് ആ പ്രദേശം ഇപ്പോൾ അവിടെയുള്ള ആളുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കടുവയെ കണ്ടെത്താനുള്ള പരിശ്രമം ഊർജിതമായി തന്നെ കഴിഞ്ഞ 2 ദിവസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രോൺ ഉപയോഗിച്ചും കൂട് സ്ഥാപിച്ചുമൊക്കെ ഏതെങ്കിലും രീതിയിൽ കടുവയെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കടുവയ്ക്കായുള്ള തെരച്ചിലിനിടെ ഒരു RRT സംഘത്തിന്, RRT ഉദ്യോഗസ്ഥനായ ജയസൂര്യയ്ക്ക് പരിക്ക് പറ്റി എന്നുള്ള ഒരു വിവരം വരുന്നത്. വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ നിന്നാണ് പരിക്ക് പറ്റിയതെന്ന് പറയുമ്പോഴും അത് കടുവയാണോ കാട്ടാനയാണോ എന്ന ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല. എന്തായാലും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മേഖലയിൽ നിന്ന് ഏകദേശം 500, അതായത് 1/2 കിലോമീറ്റർ ദൂരപരിധിയിൽ വെച്ചാണ് പരിക്ക് പറ്റിയത്. അദ്ദേഹത്തെ താഴത്തേക്ക് കൊണ്ടുവരാൻ, അതായത് വനമേഖലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കടുവ ഈ മേഖലയിൽ തന്നെയുണ്ട്. അതായത് പഞ്ചാരക്കൊല്ലി എന്ന് പറഞ്ഞ് രാധയെ കടുവ ആക്രമിച്ച പ്രിയദർശിനി എസ്റ്റേറ്റിന്റെ ഏകദേശം ഒരു 200-300 മീറ്റർ ദൂരപരിധിയിൽ തന്നെയാണ് ഈ തറാട്ടിൽ എന്ന് പറയുന്ന ഈ പ്രദേശം കിടക്കുന്നത്. അപ്പോൾ കടുവ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ വനം വകുപ്പിന്റെയും നിഗമനം. പല പ്രദേശവാസികളും കടുവയെ കണ്ടുവെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. സ്ഥലത്ത് നിരോധനാജ്ഞയാണ്, 4 ഡിവിഷനുകളിൽ നിരോധനാജ്ഞയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. പക്ഷെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അവിടേക്ക് സാധാരണ ഇങ്ങനെയൊക്കെ വാർത്തകൾ വരുമ്പോൾ ആളുകൾ തടിച്ചുകൂടാറുണ്ട്. പക്ഷേ ഇത്തവണ കൃത്യമായ നിയന്ത്രണം ആളുകൾക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ കൂടുതൽ ആളുകളിലേക്ക് വിവരം എത്തുന്നതുമായിരിക്കാം. അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, അവിടെയുള്ള ആളുകളൊക്കെ ഈ കാര്യം അറിയുകയും ചെയ്തിട്ടുണ്ട്. അവരെത്രയും എല്ലാവരോടും വീടിനകത്ത് തന്നെ സുരക്ഷിതരായിരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ആളുകളൊക്കെ വീടിനകത്താണെന്നുള്ള കാര്യവും നേരത്തെ ഇംതിയാസ് സൂചിപ്പിച്ചിരുന്നു. ഇംതിയാസ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ഇടത്തു നിന്നും ഒരു 400-500 മീറ്റർ മാറിയിട്ടുള്ള ഇടത്താണ് ഈ RRT ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരിക്കുന്നത്. ജയസൂര്യ എന്നുള്ള പേരിലുള്ള ഉദ്യോഗസ്ഥരാണ് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിക്ക് എത്രത്തോളം സാരമുള്ളതാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ
എത്തിക്കുക എന്നുള്ളതിനാണ് പ്രാഥമിക പരിഗണന എന്നുള്ള കാര്യമാണ് നേരത്തെ ആ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചത്. ഞങ്ങളോട് സഹകരിക്കൂ എന്നും പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആശങ്ക നിഴലിക്കുന്നതും ആ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് കടുവയോ ആനയോ ഏത് മൃഗമാണ് എന്നുള്ളതിൽ വ്യക്തതയില്ല. പക്ഷേ കടുവയെ കണ്ടു എന്ന് പറയുന്ന ഇടത്ത് തന്നെയായിട്ടാണ് ഈ ആക്രമണം ഉണ്ടായത്, പരിക്കേറ്റിരിക്കുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ കടുവയ്ക്ക് പിന്നാലെ തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസം എന്നല്ല, ഒരാഴ്ച തൊട്ട് മുൻപ് 10 ദിവസം തുടർച്ചയായി 10 ദിവസം ഒരു കടുവയ്ക്ക് പിന്നാലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം ഇതേ ഉദ്യോഗസ്ഥർ തന്നെയാണ് മലപ്പുറത്ത് കിണറ്റിൽ